ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ 24. പൊടിയെന്ന് അറിയുന്നു, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. സങ്കീർത്തനം 133:14. ദൈവ ശുശ്രൂഷക്കാരായ ഞങ്ങളുടെ ആഴ്ചതോറുമുള്ള ഫോൺ വിളിക്കിടയിൽ രവി എനിക്ക് സ്വയം പൊടിയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രായാധിക്യം മൂലമുള്ള തൻ്റെ അസുഖങ്ങളും ശാരീരിക ബലഹീനതകളുമാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. രവിയും ഭാര്യയും 60കളുടെ അവസാനത്തിലായിരുന്നു. ഡോക്ടറെ കാണലും സർജറിയും കൂടുതൽ പരിചരണം ലഭിക്കുന്ന ഇടത്തേക്കുള്ള മാറലുമൊക്കെയായിരുന്നു അവർക്ക് 2020. ജീവിതത്തിൻ്റെ ആരോഗ്യകാലം അവസാനിച്ചു എന്ന് അവർക്ക് ബോധ്യമായി. നമ്മുടെ ശാരീരികവും ബൗദ്ധികവും വൈകാരികവും ആത്മീകവുമായ അപൂർണതകളും ബലഹീനതകളും തിരിച്ചറിയാൻ വാർദ്ധക്യം ആകണമെന്നില്ല. ദൈവം തൻ്റെ പുത്രനായ യേശുവിലൂടെ വീണുപോയ നമ്മുടെ ലോകത്തിലേക്ക് വരികയും മനുഷ്യനെന്ന നിലയിൽ നാം അനുഭവിക്കുന്ന പരിമിതികളെ കൂടെ നിന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ദാവീദ് വീണ്ടും പറയുന്നു, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. പൊടി എന്ന പദം നമ്മെ ഉൽപ്പത്തിയിലേക്ക് കൊണ്ടുപോകുന്നു. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ പൊടിയെന്ന് തോന്നുന്നുണ്ടോ? ഭൗമിക ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് സ്വാഗതം. പെട്ടെന്ന് തളർന്നു പോകുമെന്ന് തോന്നുമ്പോൾ ഓർക്കുക, നാം ഒറ്റയ്ക്കല്ല. മനസ്സലിവുള്ള നമ്മുടെ ദൈവം അറിയുകയും ഓർക്കുകയും ചെയ്യുന്നു. തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് ഭൗമികരായ എനിക്കും നിങ്ങൾക്കും പാപക്ഷമ പ്രദാനം ചെയ്തതിലൂടെ ദൈവം തൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കുന്നു. ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും നമുക്ക് യേശുവിൽ ശരണപ്പെടാം. ചിന്തിക്കുക, നിങ്ങളുടെ മാനുഷിക പരിമിതികളെ ബോധ്യപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ബലഹീനതകളിൽ ദൈവകരം ദർശിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിന് മഹത്വം.